കഥയാരംഭിക്കുന്നത് അമേരിക്കയിലാണ്. ഒരു ബേസ്ബോൾ കോച്ച് തന്റെ ക്ലബിലെ ജോലിയിൽ നിന്ന് അന്ന് പിരിച്ചുവിടുകപ്പെടുകയായിരുന്നു. ക്ലബ് ഓണറായിരുന്നു ആ തീരുമാനമെടുത്തത്. ആ കോച്ചിന്റെ പേര് സീസർ എന്നാണ്. സീസർ ഒരു മെക്സിക്കോക്കാരനായിരുന്നു. ക്ലബ് ഓണർക്ക് മെക്സിക്കനായ സീസറിനെ അത്രയ്ക്കങ്ങ് ഇഷ്ടമായിരുന്നില്ല. അതിന്റെ പേരിലായിരുന്നു സീസർ പുറത്താക്കപ്പെടുന്നതും. അവിടെ ഇനി തുടരാൻ പറ്റില്ലെന്ന് കണ്ടതും മെക്സിക്കോയിലെ മോൺട്രി എന്ന തന്റെ നാട്ടിലേക്ക് തിരികെ പോവാൻ സീസർ തീരുമാനിച്ചു. നാട്ടിലെത്തിയതും നല്ലൊരു ജോലി കണ്ടെത്താൻ സീസർക്ക് അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സീസർ ഒരു അയൺ ഫാക്ടറിയിൽ ജോലി നോക്കാൻ ആരംഭിച്ചു. പിന്നീട് ഒരു കൊല്ലം അങ്ങ് കടന്നുപോയി. ഒരു ദിവസം സീസറിന്റെ അതേ നാട്ടിൽ ഒരു സംഘം കുട്ടികൾ റേഡിയോയിൽ ബേസ്ബോൾ മാച്ചിന്റെ അനൗൺസ്മെന്റ് കേൾക്കുകയായിരുന്നു. കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണ്. ആ സമയമാണ് ഏഞ്ചൽ എന്ന ഒരു പയ്യൻ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നത്. ബേസ്ബോൾ മാച്ച് കേൾക്കുന്നതിനിടയിൽ എന്നെങ്കിലും അമേരിക്കയിൽ പോയി നമുക്കും ബേസ്ബോൾ കളിക്കണം എന്ന പയ്യൻ പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ബേസ്ബോൾ പ്ലെയർ ആവണം എന്നാണ് ഏഞ്ചലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബേസ്ബോൾ അനൗൺസ്മെന്റ് അങ്ങനെ റേഡിയോയിൽ കേൾക്കൽ വലിയ ത്രില്ലിംഗ് ആയ അനുഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് ഒക്കെ കഴിഞ്ഞ് അവൻ വീട്ടിലേക്കെത്തിയപ്പോ കുറച്ച് വൈകിയിരുന്നു. അച്ഛന്റെ അടുത്ത് നിന്ന് വലിയ തോതിൽ ശകാരവും കുറ്റപ്പെടുത്തലും അവനതിന് കേൾക്കേണ്ടി വന്നു. അവനോടന്ന് പന്നിക്കൂട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടായിരുന്നു അച്ഛൻ ശിക്ഷ വിധിച്ചത്. പന്നിക്കൂട് അവൻ ക്ലീനാക്കിക്കൊണ്ടിരിക്കെ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഏഞ്ചൽ കേട്ടു. അമ്മ അച്ഛനോട് ഏഞ്ചലിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, പരിഗണിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കേട്ട് അവന്റെ അച്ഛൻ ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. ഏഞ്ചലിന് ഒരിക്കലും പെട്രോയെപ്പോലെ ആവാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു. പെട്രോ മരണപ്പെട്ടുപോയ അയാളുടെ മൂത്ത മകനായിരുന്നു. പെട്രോയോട് അയാൾക്ക് കൂടുതൽ വാത്സല്യവും ഉണ്ടായിരുന്നു. അത് കേട്ടതും ഏഞ്ചലിന് വലിയ സങ്കടം തോന്നി. ഏഞ്ചൽ അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് ഓടി. അന്ന് പള്ളിക്ക് മുമ്പിൽ അവൻ ചാരിയിരുന്നിരുന്നു. ഇരുന്നിരുന്ന് അവനെപ്പോഴും ഉറങ്ങിപ്പോയി. പള്ളിക്ക് മുമ്പിൽ വെച്ച് അവൻ ഉണർന്നപ്പോ അവിടെ നിന്ന് ഒരു ബേസ്ബോൾ അവന് ലഭിക്കുന്നുണ്ട്. ബേസ്ബോൾ കയ്യിൽ കിട്ടിയതും അതുപയോഗിച്ചുടൻ പ്രാക്ടീസ് ചെയ്യണം എന്ന തരത്തിലൊരു തോന്നൽ ഏഞ്ചലിന്റെ ഉള്ളിലേക്ക് വരികയാണ്. അതുമെടുത്ത് അവൻ പള്ളിക്കടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് ചെന്നു. കൃത്യമായി ബോൾ ത്രോ ചെയ്ത് പഠിക്കണമല്ലോ. അതിനായി ഒരു ബക്കറ്റ് എടുത്ത് ഒരിടത്ത് കൃത്യമായി വെച്ച് അതിലേക്ക് ബോൾ പായിക്കാൻ ഏഞ്ചൽ ശ്രമിച്ചു. പക്ഷെ അവൻ ബോൾ എറിഞ്ഞപ്പോ അവൻ പ്രതീക്ഷിച്ചിടത്തേക്ക് ബോൾ പോയില്ലെന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന വീടിനകത്ത് ഉറങ്ങുകയായിരുന്ന ഹൗസ് ഓണറുടെ ദേഹത്ത് ആ ബോൾ ചെന്ന് പതിക്കുകയും ചെയ്തു. ആ ഹൗസ് ഓണർ സീസർ ആയിരുന്നു. സീസർ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്ന് സീസർ ദേഷ്യത്തിൽ ഏഞ്ചലോട് ചോദിച്ചു. താൻ ബേസ്ബോളറിന് പഠിക്കുകയായിരുന്നു എന്നായിരുന്നു ഏഞ്ചലിന്റെ മറുപടി. ഏഞ്ചൽ വീണ്ടും പലവരു ബേസ്ബോൾ എറിയാൻ ശ്രമിച്ചെങ്കിലും ബാരലിലേക്ക് എത്തിക്കാൻ ബേസിലിന് പറ്റുന്നുണ്ടായിരുന്നില്ല. നിന്റെ എറി തന്നെ ഭയങ്കര മോശമാണ് എന്ന് സീസർ ഏഞ്ചലിനെ കുറ്റപ്പെടുത്തി. തുടർച്ചയായ ഏഞ്ചലിന്റെ മോശം എറിയൽ കണ്ട് ഇറിറ്റേറ്റഡ് ആയ സീസർ വന്ന് എങ്ങനാണ് ഒരു ബോൾ എറിയേണ്ടത് എന്ന് ഏഞ്ചലിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. സീസറിന്റെ എറിയൽ കൃത്യമായി ബക്കറ്റിൽ ചെന്ന് വീണിരുന്നു. എന്തായാലും കിട്ടിയ ബോളുമായി ഏഞ്ചൽ തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തെത്തി. അവരെ ബേസ്ബോൾ കാണിച്ചു. അവരൊക്കെ കൗതുകത്തോടെ അത് നോക്കിക്കണ്ടു. അടുത്ത ദിവസവും ബേസ്ബോളുമായി ഏഞ്ചൽ സീസറിന്റെ വീടിന് മുമ്പിലെത്തി. അവിടുത്തെ ബക്കറ്റിലേക്ക് ബോളറിന് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. തുടർച്ചയായി നല്ല രീതിയിൽ ഏഞ്ചലിന് ബേസ്ബോൾ എറിയാൻ സാധിക്കാത്തത് കണ്ടതും ഏഞ്ചലിന് അവനോട് സഹതാപം തോന്നി. തന്റെ ടെക്നിക്ക് ആ കുട്ടിയെയും പഠിപ്പിച്ചു കൊടുത്താലോ എന്ന് തോന്നിയ സീസർ ഏഞ്ചലിന് അടുത്ത് ചെന്ന് ഏഞ്ചലിന് ചെയ്യേണ്ടുന്ന രീതി പറഞ്ഞുകൊടുത്തു. ആ സമയമാണ് സീസർ മുമ്പ് ഒരു ബേസ്ബോൾ കോച്ചായിരുന്നു എന്ന വിവരവും ഏഞ്ചൽ അറിയുന്നത്. ഏഞ്ചലും ഫ്രണ്ട്സും വൈകാതെ അവരുടെ ഗാർഡിയനും പിതാമഹനെ പോലുള്ള വ്യക്തിയുമായ എസ്റ്റബാൻ എന്ന അവിടുത്തെ പള്ളിയിലച്ഛനെ ചെന്ന് കണ്ടു. തങ്ങൾക്കൊരു ബേസ്ബോൾ ടീം തുടങ്ങാൻ താല്പര്യമുണ്ട് എന്ന് അച്ഛനെ അറിയിച്ചു. അതിന് ബേസ്ബോൾ കളിക്കാൻ നിങ്ങൾക്കറിയുമോ? അത് കോച്ച് ചെയ്യാൻ ആരാ ഉള്ളത്? അതായിരുന്നു എസ്റ്റബാൻ അച്ഛൻ തിരികെ ചോദിച്ചത്. സീസറിനെ പറ്റി ആലോചിച്ച അവൻ ഉടനടി സീസറിനെ കാണാൻ പുറപ്പെട്ടു. ഒടുവിൽ സീസറിനെ കണ്ടെത്തിയപ്പോ തന്നെയും സുഹൃത്തുക്കളെയും ബേസ്ബോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാമോ എന്ന് ഏഞ്ചൽ സീസറിനോട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ തന്റെ പഴയകാല എക്സ്പീരിയൻസ് കൊണ്ടും മറ്റും ഇനി ബേസ്ബോളിലേക്കേ ഇല്ല എന്ന് സീസർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് അവരെയും ബേസ്ബോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ താനില്ല എന്ന് സീസർ തറപ്പിച്ചു പറഞ്ഞു. സംസാരിച്ച് അവർ നടന്നു നീങ്ങുമ്പോഴൊക്കെയും സീസറിന് അവിടുള്ള മരിയ എന്ന കച്ചവടം ചെയ്യുന്ന സ്ത്രീയോട് ഒരു പ്രണയ താല്പര്യമുണ്ട് എന്ന് ഏഞ്ചൽ മനസ്സിലാക്കുന്നുണ്ട്. ഉടനടി ഏഞ്ചൽ ഒരാശയം, ഒരു ഓഫർ സീസറിന്റെ മുമ്പിലേക്ക് വെച്ചു. മരിയയോടുള്ള പ്രണയത്തിന് സീസറിനെ താനും തന്റെ സുഹൃത്തുക്കളും സഹായിക്കാം. പകരം സീസർ തങ്ങളെ ബേസ്ബോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. സീസറിനും അത് കൊള്ളാമല്ലോ എന്ന് തോന്നി. പതിയാണെങ്കിലും കുട്ടികളുടെ ഓഫർ സീസർ അംഗീകരിച്ചു. വൈകാതെ കുട്ടികളൊക്കെ ചേർന്ന് ബേസ്ബോൾ പ്രാക്ടീസിന് വേണ്ട ഇടം അണിയിച്ചൊരുക്കാൻ ആരംഭിച്ചു. കല്ലുകളും ടയറും മറ്റു വസ്തുക്കളുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഗ്രൗണ്ട് അവർ ഒത്തുചേർന്ന് എഫോർട്ട് എടുത്ത് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടാക്കി മാറ്റി. ഒക്കെ ക്ലിയർ ചെയ്ത ശേഷം ചോക്ക് ഉപയോഗിച്ച് ചെറുതായ ഒരു ബേസ്ബോൾ ഗ്രൗണ്ടിന്റെ രീതിയിലുള്ള പാറ്റേണും അവരവിടെ വരച്ചുണ്ടാക്കി. പിന്നാലെ അവർ സീസറിനെ വിളിച്ചു വരുത്തി. പ്രാക്ടീസ് തുടങ്ങാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷേ അവിടെ
അവിടെ എത്തിയപ്പോഴാണ് സീസർ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമായ ബേസ്ബോൾ ഉപകരണങ്ങളൊന്നും അവരുടെ പക്കലില്ലെന്ന്. സീസർ പിന്നാലെ അമേരിക്കയിലുള്ള തന്റെ ഒരു പഴയ സുഹൃത്തിനെ കോണ്ടാക്ട് ചെയ്തു. ആ കുട്ടികൾക്കായി ബേസ്ബോൾ ഉപകരണങ്ങളുടെ കിറ്റ് തരാമോ എന്ന് ചോദിച്ചു. ആ സുഹൃത്തും സന്തോഷത്തോടെ അവർക്കത് ഓഫർ ചെയ്തു. കൂട്ടത്തിൽ സീസർ ആ സുഹൃത്തിനോട് ഏഞ്ചലിനെയും കൂട്ടുകാരെയും അമേരിക്കൻ ചിൽഡ്രൻസ് ബേസ്ബോൾ ലീഗിനായി രജിസ്റ്റർ ചെയ്യാനും ആവശ്യപ്പെട്ടു. കുട്ടികൾ സീസറിന്റെ പ്രണയത്തിനും സഹായിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം തെരുവിലൂടെ ചുറ്റി നടക്കുമ്പോൾ സീസർ മരിയയുടെ അടുത്തു ചെന്നു. പതിയെ അവരിരുവരും പരിചയപ്പെട്ടു. സീസറിനെ തുടർച്ചയായി കണ്ട് മരിയയ്ക്കും സീസറിനെ അറിയാമായിരുന്നു. ഒരു വോക്കിനായി സീസർ മരിയയെ ക്ഷണിച്ചു. പക്ഷേ മരിയ ഉടനടി സീസറിനെ ഡിന്നറിനായി തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ചെയ്തത്. അന്ന് നൈറ്റിൽ നടക്കുന്ന പാർട്ടിയിലേക്കാണ് മരിയ ഇൻവൈറ്റ് ചെയ്തത്. സീസർ ഉടനടി അതിന് സമ്മതിച്ചു. അന്ന് ഉച്ചതിരിന് പാസ്റ്റർ എസ്റ്റബാൻ എത്തി ഏഞ്ചലിനും കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്താണ് കൂട്ടുകാരൻ അയച്ചിരുന്ന ബേസ്ബോൾ എക്യുപ്മെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് സീസർ അങ്ങോട്ടേക്ക് വന്നു ചേരുന്നത്. കുട്ടികളുടെ സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു. സീസർ പിന്നാലെ എക്യുപ്മെന്റ്സ് ഒക്കെ അണിയിച്ച് യഥാർത്ഥ ബേസ്ബോൾ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ആരംഭിച്ചു. തുടർച്ചയായി ആവേശത്തിൽ ട്രെയിനിങ് തുടർന്നതുകൊണ്ട് മരിയ ക്ഷണിച്ച കാര്യം തന്നെ സീസർ വിട്ടുപോയിരുന്നു. സീസറിനെ കാത്തിരുന്നിരുന്ന മരിയ ഡിന്നറിന് സീസർ എത്താത്തത് കണ്ട് വലിയ തോതിൽ ദുഃഖിതയായി. ദേഷ്യവും വന്നു. അടുത്ത ദിവസം കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കെ സീസറിനടുത്തേക്ക് മരിയ ചെന്നു. തലേ ദിവസം തനിക്ക് വരാൻ പറ്റാതിരുന്നതിന് സീസർ മരിയയോട് ക്ഷമ ചോദിച്ചു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഏഞ്ചലിന്റെ കൂട്ടുകാരനും ടീം അംഗവുമായ തിയോ എത്തുന്നത്. തിയോ ഒരു ബൊക്കെ മരിയക്ക് കൊടുത്തു. ഇന്നലെ കാണാൻ വരുമ്പോൾ മരിയക്ക് തരുവാൻ വേണ്ടി സീസർ തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണിതെന്നും ഒക്കെ വാടിപ്പോയി എന്നും തിയോ പറയുന്നുണ്ട്. അതൊക്കെ മരിയയുടെ മനസ്സിനെ തൊടുന്നുണ്ട്. ഗൗരവമൊക്കെ വിട്ട് മരിയ കുറച്ച് സോഫ്റ്റായി. സീസറിനോട് തലേ ദിവസത്തെ കാര്യത്തിന് ക്ഷമിച്ചു. ദിവസങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏഞ്ചലും കൂട്ടുകാരും സീസറിനൊപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു വന്നു. അവരുടെ പെർഫോമൻസിൽ നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ഏവരെയും അതിശയിപ്പിക്കുന്ന ആ എക്സൈറ്റ്മെന്റ് അനൗൺസ്മെന്റ് സീസർ നടത്തി. ഏഞ്ചലും കൂട്ടുകാരും അടങ്ങുന്ന ടീം അമേരിക്കയിലെ ചിൽഡ്രൻസ് ബേസ്ബോൾ ലീഗിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരമായിരുന്നു അത്. അവർക്കായി ബേസ്ബോൾ യൂണിഫോമും സീസർ അറേഞ്ച് ചെയ്തിരുന്നു. കുട്ടികൾക്ക് സീസർ അത് വിതരണം ചെയ്തു. കുട്ടികളൊക്കെ അത്രമേൽ സന്തോഷിച്ചു. അമേരിക്കയിലേക്ക് പോവേണ്ടുന്ന ദിവസമടുക്കുകയായിരുന്നു. ബേസ്ബോൾ യൂണിഫോമിൽ തന്നെ തന്റെ അച്ഛനോട് യാത്ര പറയാൻ ഏഞ്ചൽ എത്തി. പക്ഷേ ഏഞ്ചലിനെ സപ്പോർട്ട് ചെയ്ത് അഭിനന്ദിച്ചൊരു വാർത്ത പോലും അച്ഛൻ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, നീ പോകുന്നതാ നല്ലത്, പോയ ഒരാളുടെ ചിലവ് കുറഞ്ഞു കിട്ടും എന്നായിരുന്നു അയാൾ പറഞ്ഞ മറുപടി. ഏറെ ദുഃഖത്തോടെയായിരുന്നു ഏഞ്ചൽ അത് കേട്ടത്. വൈകാതെ സീസറും കുട്ടികളും ഒന്നിച്ച് ടെക്സാസിലേക്കുള്ള ബസ് പിടിച്ച് അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. അവരുടെ ഗാർഡിയൻ പാസ്റ്റർ എസ്തബാനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വൈകാതെ അവർ ആ ബേസ്ബോൾ ഫീൽഡിൽ എത്തിച്ചേരുകയാണ്. പുല്ലുവിരിച്ച ആ ഫീൽഡ് കണ്ടതും ആവേശത്തിൽ കുട്ടികൾ ആ ഫീൽഡിൽ കിടന്നൊന്നുരണ്ടു. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ടീമംഗങ്ങളൊക്കെ അവജ്ഞയോടെ കുട്ടികളെ നോക്കിക്കാണുന്നുണ്ട്. വൈകാതെ അവരുടെ ആദ്യത്തെ മാച്ച് ആരംഭിക്കാൻ പോവുകയായിരുന്നു. പാസ്റ്റർ എസ്റ്റബാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി പ്രാർത്ഥിച്ചു. സീസറും അവരുടെ കൂടെ നിന്നിരുന്നു. ആദ്യത്തെ മാച്ചിൽ ഏഞ്ചലിന് അല്പം ഭയം തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഓപ്പോസിറ്റ് മത്സരിക്കുന്ന ആളുകൾ പയ്യന്മാർ, അവരെക്കാൾ കുറച്ചുകൂടി ശരീരമുള്ള വലിയ പയ്യന്മാരാണ്. അവരുടെ ഭയവും അവരുടെ കളിയിൽ പ്രകടമായിരുന്നു. ബ്രേക്ക് ടൈമിൽ സീസർ അവരെ വിളിച്ചുകൂട്ടി. എതിരാളിയുടെ ശരീരത്തിന്റെ വലിപ്പം കണ്ട് ഭയപ്പെടേണ്ടെന്നും ബേസ്ബോളിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ വലിപ്പത്തിലല്ല കളിയിലാണ് കാര്യമെന്നും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി. സീസറിന്റെ വാക്കുകൾ കുട്ടികൾക്ക് കൂടുതൽ മോട്ടിവേഷൻ പകർന്നിരുന്നു. പിന്നെ അവിടെ കണ്ടത് കുട്ടികളുടെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. എതിർ ടീമിനെതിരെ മികച്ച രീതിയിൽ കളിച്ചവർ അന്നത്തെ കളിയിൽ വിജയം നേടി. ഏഞ്ചലും കുട്ടികളും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈഡ് ആയി. ആദ്യത്തെ ഗെയിമിലെ വിജയം അവർക്ക് വലിയ കോൺഫിഡൻസ് തന്നെ കൊടുത്തിരുന്നു. അടുത്ത കളിയിൽ ഏഞ്ചൽ മികച്ച രീതിയിൽ ബൗളറിന് ഏവരെയും അതിശയിപ്പിച്ചിരുന്നു. ഏഞ്ചലിന്റെ മികവേറിയ സ്കില്ലുകൊണ്ട് ഏഞ്ചലിന്റെയും കൂട്ടുകാരുടെയും ടീം അന്ന് അത്രമേൽ മികച്ച വിജയമായിരുന്നു നേടിയത്. അതോടെ അവർ സെമി ഫൈനലിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏഞ്ചലും ടീം അംഗങ്ങളും തങ്ങളുടെ ബേസ്ബോൾ സ്കില്ലുകൾ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ കൂടുതലായി പ്രാക്ടീസ് ചെയ്ത് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എതിർ ടീമുകൾ ഉറങ്ങുന്ന സമയത്ത് വരെ നേരത്തെ എഴുന്നേറ്റ് ഏഞ്ചലും ടീം അംഗങ്ങളും പ്രാക്ടീസ് ചെയ്തു. അവരുടെ ആ ശ്രമം കൊണ്ടായിരുന്നു തുടർച്ചയായ കളികളൊക്കെയും വിജയിക്കാൻ അവർക്ക് സാധിച്ചതും. വിജയം ആഘോഷിക്കാൻ ഒരു ദിവസം അവരെല്ലാവരും പുറത്തൊരു റെസ്റ്റോറന്റിൽ പോയി. ആ സമയത്താണ് എതിർ ടീമിലെ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ബോയ് ഒറ്റയ്ക്ക് അപമാനിക്കപ്പെട്ട ശേഷം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത്. ഇതെന്താ അവനെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എന്ന തരത്തിൽ ഏഞ്ചലിന് തോന്നിയിരുന്നു. ഏഞ്ചൽ അതിനെപ്പറ്റി സീസറിനോട് ചോദിച്ചു. സീസർ വർണ്ണവെറിയെപ്പറ്റിയും വംശീയതയെ പറ്റിയുമൊക്കെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടെ ആ പയ്യനോട് സഹാനുഭൂതി തോന്നിയ അവൻ തന്റെ കൂട്ടുകാർക്കൊപ്പം
ആ പയ്യന്റെ അടുത്തേക്ക് ചെന്നു തങ്ങളുടെ കൂടെ കൂട്ടി സന്തോഷത്തോടെ ആ പയ്യനൊപ്പം ഭക്ഷണം കഴിച്ചു. സന്തോഷത്തോടെ സീസർ അത് നോക്കിക്കാണുന്നുണ്ട്. അന്ന് വൈകിട്ട് സീസറും കുട്ടികളും അടക്കം റെസ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങോട്ടേക്ക് 2 പോലീസുകാർ വന്നു. മെക്സിക്കോയിൽ നിന്നെത്തിയ അവരുടെ വിസ കഴിഞ്ഞെന്നും ഉടൻ തന്നെ മടങ്ങിപ്പോവാനുള്ള കാര്യം നോക്കിക്കോളൂ എന്നും ആ പോലീസുകാർ അറിയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് അവസാന മാച്ചുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. സീസറും എസ്റ്റബാനും ആകെ എന്ത് ചെയ്യുമെന്നറിയാതെ കുഴഞ്ഞു. വിസ നീട്ടിക്കിട്ടുമോ എന്നവർ ശ്രമിക്കാൻ ആരംഭിച്ചു. ഭാഗ്യവശാൽ അടുത്ത ദിവസം തന്നെ അമേരിക്കൻ എംബസിയുടെ ഒരു കത്ത് സീസറിന് കിട്ടി. ടീമിന്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു അത്. പക്ഷേ പാസ്റ്റർ എസ്റ്റബാന് മാത്രം വിസ നീട്ടിക്കിട്ടിയിരുന്നില്ല. അതോടെ പാസ്റ്റർക്ക് തന്റെ സാധനങ്ങളും എടുത്ത് മെക്സിക്കോയിലേക്ക് മടങ്ങേണ്ട അവസ്ഥ വരികയാണ്. പോകുന്നതിനു മുമ്പ് കുട്ടികളോട് അദ്ദേഹം യാത്ര പറഞ്ഞു. അവരുടെ മികച്ച കഴിവുകൾ പുറത്തെടുത്ത് കളിക്കുവാനും അവരെ മോട്ടിവേറ്റ് ചെയ്തു. വൈകാതെ സെമി ഫൈനൽ മാച്ച് എത്തുകയായിരുന്നു. പക്ഷേ മാച്ചിന് മുമ്പ് സീസറിന്റെയും കുട്ടികളുടെയും ടീമിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രീസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതോടെ കുട്ടികൾ കളിക്ക് ഇറങ്ങില്ലെന്ന് പറഞ്ഞു. റഫറി എത്തി സീസറിനോട് അതിനെപ്പറ്റി ചോദിക്കുക പോലും ഉണ്ടായി. പ്രാർത്ഥിക്കാതെ കുട്ടികൾ കളിക്കിറങ്ങില്ല എന്ന് സീസർ പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന തോട്ടത്തിൽ പണിയെടുക്കുന്ന വ്യക്തി അത് കേൾക്കുന്നുണ്ട്. തന്റെ സഹോദരൻ ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തെ വിളിച്ചു വരുത്താം എന്ന് അയാൾ പറഞ്ഞു. അദ്ദേഹം വിളിച്ചതും ഉടനടി പാസ്റ്റർ എത്തി. സീസറിനും ടീമിനും വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. പിന്നാലെയായിരുന്നു സെമിഫൈനൽ കളിക്കുവാൻ കുട്ടികൾ ഇറങ്ങിയത്. അന്നത്തെ കളിയും അത്യധികം മികച്ചതായിരുന്നു. ടീമിന്റെ പ്രതീക്ഷ ഉയർത്തുന്ന തരത്തിൽ ഏഞ്ചൽ തന്റെ മികവ് തെളിയിച്ചു. ഏഞ്ചലിന്റെ മികവ് കൊണ്ട് അന്നത്തെ സെമിഫൈനൽ മാച്ചിലും അവന്റെ ടീം വിജയിച്ചു കയറുകയാണ്. ഇതേസമയം മറുവശത്ത് അങ്ങ് മെക്സിക്കോയിൽ വളരെ യാദർച്ഛികമായി ഏഞ്ചലിന്റെ അച്ഛൻ തന്റെ മകനെ പറ്റിയുള്ള ഒരു വാർത്ത ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ട്. ബേസ്ബോൾ ടൂർണമെന്റിലെ അവന്റെ മികച്ച പ്രകടനത്തെപ്പറ്റി. അന്ന് വീട്ടിലെത്തിയ അദ്ദേഹം തന്റെ മൂത്ത മകന്റെ ചിത്രം നോക്കി ഒരുപാട് വേദനിച്ചു. ഇളയ മകനോട് ചെയ്ത പ്രവൃത്തികളുടെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് കുറ്റബോധം തോന്നി. പാസ്റ്റർ എസ്റ്റബാൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അടുത്തയാഴ്ചയിലെ പ്രാർത്ഥനായോഗം നടക്കുമ്പോൾ അദ്ദേഹം കുട്ടികളുടെ അച്ചീവ്മെന്റിനെ പറ്റി സംസാരിച്ചു. കുട്ടികൾക്ക് ചിലവിന് പണം വേണം, അത്രയധികം പണമൊന്നും കയ്യിലില്ല, ഏവരോടും സഹായിക്കുവാൻ എസ്റ്റബാൻ ആവശ്യപ്പെട്ടു. അന്നവിടെ കൂടിയിരുന്ന വ്യക്തികളിൽ ഏവരും തന്നെ തങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ ടൂർണമെന്റിനുള്ള സഹായങ്ങൾ നൽകി. ആ കൂട്ടത്തിൽ ഏഞ്ചലിന്റെ അച്ഛനും നല്ലൊരു തുക നിക്ഷേപിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഏഞ്ചലിന്റെ അച്ഛൻ തനിക്കേറെ പ്രിയപ്പെട്ട ഒരു നെക്ലസും പണം കൊണ്ടുപോകുമ്പോൾ കൊടുത്തുവിടാൻ അവരെ ഏൽപ്പിച്ചു. മറുവശത്ത് ടെക്സാസിൽ ഫൈനൽ മാച്ചിന് മുമ്പുള്ള പത്രസമ്മേളനം നടക്കുകയായിരുന്നു. അവിടെ വെച്ചൊരു പത്രപ്രവർത്തകൻ നിങ്ങളുടെ കുട്ടികളൊക്കെ ക്ഷീണിച്ച അവശരെ പോലെ ചെറിയ കുട്ടികളാണല്ലോ എന്ന മട്ടിൽ സീസറെ കളിയാക്കുന്നുണ്ട്. എന്റെ കുട്ടികൾ വന്നത് ബേസ്ബോൾ കളിക്കാനാണ്, അല്ലാതെ WWE പങ്കെടുക്കാനൊന്നുമല്ലല്ലോ എന്നായിരുന്നു സീസറിന്റെ മറുപടി. പത്രപ്രവർത്തകന്റെ വായടുപ്പിക്കാൻ അത് ധാരാളമായിരുന്നു. അങ്ങനെ ആ വലിയ ദിവസം എത്തി. ഫൈനൽ മാച്ച് നടക്കുന്ന ദിവസം. കുട്ടികളെന്ന് ടെക്സാസിന്റെ ബേസ്ബോൾ ടീമിനെയാണ് ഡിഫെൻഡ് ചെയ്യുക. മരിയയും അച്ഛനും ആ ഫൈനൽ മാച്ച് കാണാൻ എത്തിച്ചേർന്നിരുന്നു. പാസ്റ്റർ സീസറിനും കുട്ടികൾക്കും അടുത്തെത്തി പ്രാർത്ഥന നടത്തി കളി ആരംഭിക്കാൻ തുടങ്ങുകയായിരുന്നു. സീസർ തനിച്ച് സ്റ്റേഡിയത്തിനരികിൽ നിൽക്കുമ്പോൾ സീസറിനടുത്തേക്ക് ഒരു മെക്സിക്കൻ റിപ്പോർട്ടർ കടന്നു വന്നു. പള്ളിയിൽ നിന്ന് പിരിച്ച പണവും നെക്ലസും അടക്കം അദ്ദേഹം സീസറിന് കൈമാറി. നെക്ലസ് ഏഞ്ചലിന് കൊടുക്കാൻ ഏഞ്ചലിന്റെ അച്ഛൻ തന്നുവിട്ടതാണ് എന്നും സീസറിനോട് അദ്ദേഹം പറയുന്നുമുണ്ട്. മറുവശത്ത് മെക്സിക്കോയിൽ ഫൈനൽ മാച്ചിന്റെ പ്രക്ഷേപണം കേൾക്കുവാൻ റേഡിയോ എടുത്ത് ഏവരും തയ്യാറായി നിന്നിരുന്നു. ജോലിയിലായിരുന്ന അയൺ ഫാക്ടറി മെമ്പേഴ്സ് ഏഞ്ചലിന്റെ അച്ഛനടക്കം ജോലി ബഹിഷ്കരിച്ച് മാനേജറെ എതിർത്ത് കളിയുടെ സംപ്രേക്ഷണം കേൾക്കുവാൻ അങ്ങോട്ടേക്ക് വന്നെത്തി. വൈകാതെ മത്സരം ആരംഭിച്ചു. കളിയുടെ തുടക്കത്തിൽ ഏഞ്ചലിന്റെ ടീം മികച്ച രീതിയിലായിരുന്നു കളിച്ചിരുന്നത്. പക്ഷേ വൈകാതെ ടീമിനൊരു തിരിച്ചടി നേരിട്ടു. അവരുടെ ടീമിലെ റിക്കാർഡോ എന്ന പയ്യൻ പരിക്കേറ്റ് പുറത്തായി. സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിരുന്നു പകരമിറങ്ങിയത്. ഇറങ്ങിയ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ 2 തവണ ബോൾ മിസ് ചെയ്തു. മൂന്നാമത്തെ ബോൾ ശക്തമായി പ്രഹരിച്ച് നല്ല സ്കോർ നേടി. അങ്ങനെ ആദ്യ റൗണ്ട് കഴിഞ്ഞു. അടുത്ത സെക്ഷനിലേക്ക് കളി നീങ്ങുകയായിരുന്നു. ഇതിനിടയിൽ സീസർ കടന്നു ചെന്ന് ഏവർക്കും മോട്ടിവേഷൻ പകർന്നു. ഏഞ്ചലിനടുത്ത് ചെന്ന സീസർ നീയാണ് വിജയത്തിലേക്കുള്ള നമ്മുടെ താക്കോൽ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഏഞ്ചലിന്റെ ബോളിംഗ് സ്കില്ല് കൊണ്ട് മാത്രമേ കളിയിൽ അവർക്ക് വിജയിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ കളി അവസാന ഘട്ടത്തിലേക്ക് അടുത്തു. ഏഞ്ചലായിരുന്നു എറിയാൻ നിന്നത്. അപ്പോഴാണ് ഏഞ്ചൽ കാണികൾക്കിടയിൽ ഒരു കാഴ്ച കണ്ടത്. ഒരു പയ്യനെ അച്ഛൻ സ്നേഹത്തോടെ പൊക്കിയെടുത്ത് കൊണ്ടിരുത്തുന്ന കാഴ്ചയായിരുന്നു അത്. ഏഞ്ചലിനെ അത് തന്റെ അച്ഛനെ പറ്റി ഓർമ്മിപ്പിച്ചു. ഒരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്യാത്ത, തന്നോട് ദേഷ്യപ്പെടുക മാത്രം ചെയ്തിരുന്ന അച്ഛൻ. ഏഞ്ചൽ നിരാശനായി. ആ നിരാശ ഏഞ്ചലിന്റെ കളിയിലും പ്രതിഫലിക്കാൻ തുടങ്ങി. സീസർ അത് ശ്രദ്ധിച്ചിരുന്നു. സീസറുടൻ ഒരു ബ്രേക്ക് എടുത്തു. നേരെ ഏഞ്ചലിനടുത്തെത്തി എന്തു പറ്റിയെന്ന് സീസർ തിരക്കി. ഏഞ്ചൽ സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. സീസർ അപ്പോഴാണ് അച്ഛൻ കൊടുത്തുവിട്ട നെക്ലസിന്റെ കാര്യം ഓർത്തത്. നിന്റെ അച്ഛന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും നിന്റെ വിജയം അദ്ദേഹം
അദ്ദേഹം ആഘോഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞ സീസർ അച്ഛൻ കൊടുത്തുവിട്ട നെക്ലസ് ഏഞ്ചലിന് കൈമാറി. അത് ഏഞ്ചലിന്റെ മനസ്സിനെ ഉണർത്തുന്നതായിരുന്നു. വൈകാതെ കളി പുനരാരംഭിച്ചു. പിന്നെ കണ്ടത് ഏഞ്ചലിന്റെ സ്കില്ലുകൾ മുഴുവൻ അത്രമേൽ മനോഹരമായി പുറത്തു വരുന്നതായിരുന്നു. ഏഞ്ചലിന്റെ മികച്ച കളിയിലൂടെ അന്നത്തെ ഫൈനൽ മാച്ച് കൂടി വിജയിക്കാൻ ടീമിന് സാധിക്കുകയാണ്. ഏഞ്ചലിന്റെയും കൂട്ടുകാരുടെയും ആ വിജയത്തിൽ ഒരുപാട് പേർ അത്രമേൽ സന്തോഷിച്ചിരുന്നു. സീസറിനടുത്തെത്തിയ മരിയ സീസറിനെ അഭിനന്ദിച്ചു. നാട്ടിലെ ജനങ്ങളും ഏഞ്ചലിന്റെ അച്ഛനുമടക്കം ഏഞ്ചലിന്റെയും കൂട്ടുകാരുടെയും വിജയം ആഘോഷിച്ചു. ഏഞ്ചലും ടീമും വിമാനത്തിലായിരുന്നു തങ്ങളുടെ നാട്ടിലേക്ക് പറന്നിറങ്ങിയത്. വിജയിയായി തിരിച്ചെത്തിയ തന്റെ മകനെ അച്ഛൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. തന്റെ തെറ്റുകൾക്ക് മകനോട് ക്ഷമ ചോദിച്ചു. ഏഞ്ചലിന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വന്നിരുന്നു. മകനെ പൊക്കിയെടുത്ത ആ അച്ഛൻ തന്നോട് ചേർത്ത് പിടിച്ചു ചുംബിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. പെർഫെക്റ്റ് ഗെയിം എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.